ഇന്ത്യൻ കോൺസുലേറ്റിനെയും മുഹമ്മദ് സൽമാൻ അഭിനന്ദിച്ചു. കേസ് ഡയറി ലഭിച്ചതിനു ശേഷം മാത്രമേ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയൂവെന്ന് ഇന്റലിജൻസിലെ മലയാളിയായ അഭിഭാഷക ബിന്ദു എസ് ചേറ്റൂർ പറഞ്ഞു. കേസിലെ പ്രതികളെ താൻ ജയിലിൽ പോയി സന്ദർശിച്ചിരുന്നുവെന്നും പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിനിയായ അഡ്വക്കേറ്റ് ബിന്ദു പറഞ്ഞു. ഈ വിധിയുടെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ അപ്പീലിന് പോയിട്ടുള്ളത്. വിധിക്കെതിരെ സുപ്രീം കോടതിയെയും തുടർന്ന് എക്സിക്യൂഷൻ കോടതിയെയും പ്രതികൾക്ക് സമീപിക്കാം. ഈ നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ നയതന്ത്ര തലത്തിലുള്ള ഇടപെടൽ സാധ്യമാകൂ എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടെ കഴിഞ്ഞ വർഷം ജനുവരിയിൽ നടന്ന ഈ സംഭവത്തിൽ യഥാസമയത്ത് നിയമസഹായം ലഭിച്ചിരുന്നുവെങ്കിൽ 17 പേർക്കും ഈ അവസ്ഥ വരില്ലായിരുന്നുവെന്ന് ചില പ്രവാസി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സർക്കാരിന്റെ സമയബന്ധിതമായ ഇടപെടൽ മൂലം പഠനരംഗത്തും പാഠ്യേതര രംഗത്തും കുട്ടികളുടെ കഴിവുകൾ മൂല്യനിർണ്ണയം ചെയ്യുവാൻ അവസരമൊരുക്കുന്ന CBSE വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്ക് ഗൾഫിലെ ഇന്ത്യൻ സമൂഹത്തിനിടയിൽ ഏറെ സ്വീകാര്യത ലഭിച്ചതായി വിലയിരുത്തപ്പെടുന്നു. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ ഈ പരിഷ്കരണം പൂർത്തിയാവുന്നതോടെ കുട്ടികളുടെ എല്ലാ തലത്തിലുമുള്ള കഴിവുകൾ മൂല്യനിർണ്ണയം ചെയ്യുവാൻ സ്വഭാവ രൂപീകരണം മുതൽ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ പഠന രീതി ഏറെ സഹായകരമാവും. തുടർച്ചയായി നടത്തുന്ന സമഗ്ര മൂല്യനിർണ്ണയത്തിലൂടെ കുട്ടികളിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതേണ്ടതുള്ളൂ. 11ാം ക്ലാസ്സിൽ CBSEയിൽ തന്നെ തുടരുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷ എഴുതേണ്ടതില്ല. CBSE നടപ്പിലാക്കുന്ന പുതിയ മൂല്യനിർണ്ണയ പരീക്ഷണങ്ങളെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പരിചയപ്പെടുത്തുന്നതിനായി റിയാദിൽ നടന്ന ശില്പശാലയിൽ 150-ലധികം അധ്യാപകരും 1000-ലധികം രക്ഷിതാക്കളും പങ്കെടുത്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സെക്രട്ടറി അൻഷു വൈഷ്, CBSE ചെയർമാൻ VS ജോഷി, CBSE ഉന്നത ഉദ്യോഗസ്ഥരായ ഡോക്ടർ സാധന പരാശർ, സുഗന്ധ ശർമ്മ, ഡോക്ടർ ശ്രീഗത ദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ശില്പശാലയിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സംശയ നിവാരണത്തിന് അവസരമൊരുക്കിയിരുന്നു. റബീൽ പാർക്കിലാണ് ഈ നൃത്ത സംഗീത ഭക്ഷ്യവിരുന്ന് സംഘടിപ്പിച്ചത്. സ്കൂൾ അവധിയായതിനാൽ ദുബായ് സ്പ്രിംഗ് കാർണിവലിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടു. പാചക മത്സരം, തീറ്റ മത്സരം, റോക്ക് ഷോ, മാജിക് ഷോ, നൃത്ത സംഗീത വിരുന്ന് എന്നിവയും ഇതോടൊപ്പം അരങ്ങേറി. ഭക്ഷ്യമേളയിൽ അണിനിരുന്നത് ഇന്ത്യൻ, ചൈനീസ്, അറബിക് തുടങ്ങിയ കൊതിയൂറും ഭക്ഷ്യവിഭവങ്ങളായിരുന്നു മേളയിലെ ആകർഷണം. കാർണിവലിലെ മറ്റൊരു ആകർഷണമായിരുന്നു UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിന്റെ കൂറ്റൻ ചിത്രവും ഇവിടെ സ്ഥാപിച്ചിരുന്നു. നിരവധി പേരെയാണ് ഇത് ആകർഷിച്ചത്. തിരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനവും ശ്രദ്ധേയമായി. വരകളും വർണ്ണങ്ങളുമായി നടന്ന ഈ പെയിന്റിംഗ് പ്രദർശനം കാണാൻ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിയത്. TV ബഹറിന്റെയും കേരള പ്രവാസി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. കൊല്ലം ഭദ്രാസന മെത്രോപൊളിറ്റൻ മാത്യൂസ് മോർ തേവോദോസിയസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി A അജയകുമാർ, പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P മോഹൻരാജ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ജയ്ഹിന്ദ് TV ബഹറിൻ പ്രതിനിധി തൃശൂർ ജില്ലയിലെ പുതുക്കാട് മേഖലയിലെയും സമീപ പ്രദേശങ്ങളിലെയും നിവാസികളാണ് നാടിന്റെ വികസനവും ഓർമ്മകളും പങ്കുവച്ച് വ്യത്യസ്തമായ ഒരു കൂട്ടായ്മ ഒരുക്കിയത്. ഒരു നാടിന്റെ വികസനത്തിനായി എന്തെല്ലാം ചെയ്യാമെന്ന പുതിയ ചിന്തകളാണ് ദുബായിലെ ഈ പുതുക്കാട് കൂട്ടായ്മയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. നാട്ടിലെ ഉത്സവ ദിവസങ്ങളിൽ അതേ ഓർമ്മകളുമായി ദുബായിൽ ഒത്തുകൂടാനും ഈ കൂട്ടായ്മ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. 10-20 വർഷമായിട്ട് വായനകളാകാം യോഗം ചേരാൻ തിരഞ്ഞെടുത്തതും തുറസായ സ്ഥലമായത്. സ്ത്രീകളും കുട്ടികളും കൂട്ടായ്മയിൽ സംബന്ധിച്ചു. അടുത്ത മാസം 14-ന് മറ്റൊരു തുറസായ സ്ഥലമായ ദുബായ് റബീൽ പാർക്കിൽ വെച്ച് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെയാണ് ഇവർ വിടവാങ്ങിയത്. MK ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ MA യൂസഫലിയും ബഹ്റൈൻ കിരീടാവകാശി സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ രാജകുമാരനും തമ്മിൽ ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. MK ഗ്രൂപ്പിന്റെ